everyone, very welcome back my YouTube channel. അപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് IT പ്രൊഫഷണലിന് എന്താ പറയുക കോഡിംഗ് അല്ലാതെ വേറെ എന്തൊക്കെ വാക്കൻസീസ് വരുന്നുണ്ട് ചോദിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെയും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ പേര് കമൻസിനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറയുക ഇൻഫോ പാർക്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് എത്ര സാലറി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മെയിൽ അയച്ചിട്ട് റിപ്ലൈ കിട്ടുന്നില്ലല്ലോ, അതിനൊക്കെ എന്താ ചെയ്യാന്ന്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇതിപ്പോൾ എൻ്റെ ചാനലാണെങ്കിലും വേറെ ആരുടെ ചാനലാണെങ്കിലും എന്താ പറയുക ഒരു വീഡിയോ കണ്ടാലും ആ ഒരു വീഡിയോനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് വേറെ ഏതെങ്കിലും വീഡിയോസ് ആ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങളും ചെക്ക് ചെയ്യണം. കാരണം ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ എൻ്റെ ഓഫീസ് വ്ളോഗ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻഫോ പാർക്കിൽ എങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യാമെന്ന് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ, CV മേക്കിംഗ്, അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താ വീഡിയോസ് കണ്ടിട്ട് അത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് യൂട്യൂബ് കണ്ടിട്ടാണ് നിങ്ങൾ എന്താ പറയുക മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടോ എന്ന് ക്ലിയർ ചെയ്യാമോ, ജസ്റ്റ് ഹലോ ഒഴികെ ബാക്കി എന്തെങ്കിലും കൂടി ആഡാക്കി ചോദിക്കണം. കാരണം ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ ആർക്കും അങ്ങനെ മെസ്സേജ് റിപ്ലൈ കൊടുക്കാറില്ല. ഞാൻ എന്താ പറയുക യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഞാൻ റിപ്ലൈസ് കൊടുക്കാറുള്ളൂ. അപ്പോൾ യൂട്യൂബിൽ എന്താ പറയുക വീഡിയോസ് കണ്ടിട്ട് ജസ്റ്റ് ഹായ് ഹലോ എന്ന് അയക്കുമ്പോൾ ആ ഒരു മെസ്സേജിന് ഞാൻ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാറില്ല. കാരണം ആ ഒരു എന്താ പറയുക ഡൗട്ടും കാര്യങ്ങളും എന്താണെന്ന് അവർ ഷെയർ ചെയ്യാറില്ല, ജസ്റ്റ് ഒരു ഹായ് ഹലോയ്ക്ക് റിപ്ലൈ കൊടുക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഇനി ഡൗട്ട് ഉണ്ടായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മെസ്സേജ് അയക്കുമ്പോൾ എന്താ പറയുക നിങ്ങളുടെ ഡൗട്ടും കൂടി ആഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, ഇതെപ്പോഴും പറയുന്ന കാര്യമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇപ്പോഴും കുറേ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്, റിപ്ലൈ കൊടുത്തിട്ടില്ല, അത് എപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ജസ്റ്റ് ഒരു ഹായ് ഹലോ എന്ന് മാത്രം അയക്കുന്നത് കാരണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് വാക്കൻസീസ് അല്ലെങ്കിൽ കുറച്ച് പോസ്റ്റ് ഉണ്ട്. അതായത് മെഡിക്കൽ കോഡിംഗ് അല്ലാതെ ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചെറിയ ക്രാഷ് കോഴ്സ് കൊടുത്തിട്ട് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജോബിന് കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് എന്താ പറയുക മെഡിക്കൽ കോഡിംഗ് അല്ലാത്ത ഫീൽഡിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് എന്തൊക്കെ എന്താ പറയുക വാക്കൻസീസ് വരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ പോസ്റ്റ് ഉണ്ടാവും എന്നതിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഡീഡിൽ പോയി നോക്കാം. ഇൻഡീഡിൽ കുറേ വാക്കൻസീസ് വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോഴൊക്കെ കുറേ വാക്കൻസീസ് കിടക്കുന്നുണ്ട്. മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന സ്ഥലത്ത് വാക്കൻസി കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യില്ലെങ്കിൽ ഞാൻ അവർക്ക് ആ ലിങ്ക് അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നമുക്ക് ജോലി ഇല്ലാത്തത് നമ്മുടെയും കൂടി എന്താ പറയുക കുറച്ച് റെസ്പോൺസിബിലിറ്റി കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നില്ല, കറക്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡിംഗ് അല്ലാതെ വരുന്ന കുറേ വാക്കൻസീസ് പറയുന്നത് ഒന്ന് ഡാറ്റ സയൻസ് ഇന്റേൺ ആണ് കേട്ടോ. ഇന്റേൺ ആയിട്ട് കയറുമ്പോൾ സാലറി കുറവായിരിക്കും, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. ആ ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വേറൊരു 1 കൊല്ലം 2 കൊല്ലത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ചും കൂടി നല്ല സാലറിക്ക് നമുക്ക് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡാറ്റ സയൻസ് ഇന്റേൺ ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഉണ്ട്, ഹെൽത്ത് കെയർ വോയിസ് പ്രോസസ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അതൊക്കെ നല്ലതാണ് കേട്ടോ. അതെനിക്ക് അറിയാവുന്ന ഒരു പോസ്റ്റാണ് ഈ ഹെൽത്ത് കെയർ വോയിസ് പ്രോസസ് എക്സിക്യൂട്ടീവ് പറയുന്നത് കേട്ടോ. അതായത് എന്താ പറയുക നമുക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പാക്കേജ് കിട്ടും. സ്റ്റാർട്ടിങ് 25K ഒക്കെയാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സിന് വരുന്നത് കേട്ടോ. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, എന്താ പറയുക പ്രോസസ് അസോസിയേറ്റ്, അതും തന്നെ വോയിസ് US ക്ലയന്റ് പ്രോസസ്സാണ് വരുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു പോസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക ഹെൽത്ത് കെയർ വോയിസ് പ്രോസസ്സ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു പ്രോസസ് അസോസിയേറ്റ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ US ക്ലയന്റിൽ നമ്മൾ ഇവിടെ നാട്ടിൽ നിന്ന് വിളിക്കുന്ന ഒരു പ്രോസസ്സാണ് അത് വരുന്നത്. അതിന് നല്ല പാക്കേജ് ഉണ്ട്, 25-26 നമുക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടെങ്കിൽ, അതായത് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് ഡിഗ്രി ചേച്ചി ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഫ്രഷറായിട്ട് കയറാൻ അത്യാവശ്യം സാലറിയും വേണം. എന്താ ചെയ്യുക ചോദിക്കുന്ന സമയത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു വോയിസ് പ്രോസസ്സ് കേട്ടോ. എന്താ പറയുക പ്രോസസ് അസോസിയേറ്റ്, ഈ വോയിസ് കോളിങ് AR ഒക്കെ ഞാൻ പറയുന്നതാണ്. നല്ല പാക്കേജ് ഉണ്ടായിരിക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ക്ലയൻസിനെയൊക്കെ. അപ്പോൾ നമുക്ക് എന്താ പറയുക അത്യാവശ്യം കോൾ ഉണ്ടാവും, പക്ഷെ വലിയ സ്ട്രെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല പാക്കേജ് ഉണ്ടാവും, അതാണ് ഹൈലൈറ്റ്, നല്ല പാക്കേജ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, പിന്നെ ജൂനിയർ പ്രൊഡക്റ്റ് മാനേജർ, HR എക്സിക്യൂട്ടീവ്, അതറിയില്ല HR ഇന്റേൺസും ഒക്കെ വരും. പിന്നെ ഇൻഷുറൻസ് ക്ലൈം സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്, അത് ഞാൻ ചെയ്തിരുന്ന വർക്ക് പോലെ തന്നെ മെഡിക്കൽ ബില്ലിങ്ങിനൊക്കെ വരുന്ന പോലത്തെ ഒരു സംഭവമാണ് അത് കേട്ടോ.
പിന്നെ ഇന്റർനാഷണൽ വോയിസ് സപ്പോർട്ട്, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഉള്ളത്. പിന്നെ ക്ലൈം സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്, IT ഹെൽപ്പ് ഡെസ്ക് സപ്പോർട്ട്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സെയിൽസ് കോർഡിനേറ്റർ, കണ്ടന്റ് റൈറ്റർ. നല്ല പോസ്റ്റ്. കണ്ടന്റ് റൈറ്റർ കുറച്ച് നല്ലൊരു എന്താ പറയാ, ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ കണ്ടന്റ് റൈറ്റർ ഒക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനൊക്കെ വേണ്ടി പറ്റും. കാരണം എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ആള് കണ്ടന്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമാണ്. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല ചിൽ മൂഡായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് അതിൽ എന്ത് വേണം, നമുക്ക് സംസാരിക്കാനുള്ള ഒരു സ്കില്ല്, അതായത് മലയാളം എന്നാണെങ്കിൽ മലയാളം നല്ല രീതിയിൽ സംസാരിക്കുക. കണ്ടിട്ടില്ലേ എന്താ പറയാ, ഓരോരോ വീഡിയോസ് ഒക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യില്ലേ, ഹലോ നമുക്ക് ഇന്ന വാക്കൻസീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന കോഴ്സ് ഇവിടെ വരുന്നുണ്ട്, നല്ല തുള്ളിച്ചാടി സംസാരിക്കില്ലേ, ആ സംഭവം നല്ല രസമാണ്, ഇഷ്ടം അത്. അത് നല്ല പാക്കേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ 18-19 ഒക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ പ്രസന്റേഷൻ സ്കില്ല്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സാലറി ഡിസൈഡ് ചെയ്യുക. ഓക്കെ. പിന്നെ സോഷ്യൽ മീഡിയ മാനേജർ, പിന്നെ എന്താ പറയാ, ക്വാളിറ്റി അനലിസ്റ്റ്, അതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്പ്, ജാവ, പൈത്തൺ, നെറ്റൊക്കെ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഡാറ്റ അനലിസ്റ്റ് ഇതേപോലെ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് ചെയ്യാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് കേട്ടോ, അല്ല വാക്കൻസി തന്നെയാണ് കേട്ടോ അതൊക്കെ. ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ, ഗ്രാഫിക് ഡിസൈനർ, ഗ്രാഫിക്കൊക്കെ നല്ല സാലറി ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പേഴ്സണലായിട്ട് കുറെ ക്ലയന്റ് കിട്ടും. നമുക്കൊക്കെ നമ്മുടെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഓരോ എന്താണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും ഇതിലൊക്കെ. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഇല്ലേ, അതൊക്കെ നല്ലതാ. അതിന്റെ ട്രെയിനിങ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജൂനിയർ, എന്താ പറയുക, കസ്റ്റം സപ്പോർട്ട് അസോസിയേറ്റ്, HR ഇന്റേൺ, ടെക്നിക്കൽ സപ്പോർട്ട് അസോസിയേറ്റ്, അങ്ങനെ കുറേ എന്താ പറയാ വാക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്രാജുവേഷൻ കഴിഞ്ഞാലും ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്രാഷ് കോഴ്സ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. എനിക്ക് ഡയറക്റ്റ് ഇത് അറിയണതാണ് ഈ ഒരു കണ്ടന്റ് റൈറ്റർ, ഡാറ്റ അനലിസ്റ്റ്, ഗ്രാഫിക് ഡിസൈനർ, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റ്, ക്ലൈം സപ്പോർട്ട്, വോയിസ് പ്രോസസ്സ്, HR ഇന്റേൺ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന പോസ്റ്റ് തന്നെയാണ്. HR നമ്മൾ വേറെ കോഴ്സ് പഠിക്കണമെങ്കിൽ MBA ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർക്കൊക്കെ അതിൽ നോക്കാറുണ്ട്. ഈ എന്താ പറയാ, ക്ലൈം സപ്പോർട്ടൊക്കെ ഡിഗ്രി ബേസിനായും കിട്ടൂട്ടാ. പിന്നെ വോയിസ് പ്രോസസ്സ് ഒക്കെ വരുന്നത് എന്താ പറയുക, ലാംഗ്വേജ് ബേസിലാണ്, മനസ്സിലായോ, ലാംഗ്വേജ് ബേസിലാണ് അതൊക്കെ വരുന്നത്. അപ്പൊ അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടായിട്ടും ജോലി കിട്ടാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനൊക്കെ ഇപ്പം അത്യാവശ്യം നല്ലൊരു സ്കോപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, നല്ല സ്കോപ്പ് ഉണ്ട്, തുടങ്ങിയിട്ടുണ്ട് നല്ല, അപ്പം കറന്റ്ലി നല്ല സ്കോപ്പായിട്ട് പോണതാണ് അതൊക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് എന്താ പറയുക, ഇപ്പോഴും ജോലി ആയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വാക്കൻസീസ് ഈ പറഞ്ഞ പോസ്റ്റിലൊക്കെ ഇന്ത്യൻ്റെ അകത്ത് ഇൻഫോ പാർക്കിലെ വാക്കൻസി ഉണ്ട്, അത് ഇന്ത്യൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. ഫോളോ അപ്പ് ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ, ഇത് ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാരണം ഞാൻ വേഗം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.